മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനമെടുക്കാൻ AICC നിരീക്ഷകർ ഉച്ചകഴിഞ്ഞ് കേരളത്തിലെത്തും. നിയുക്ത MLA-മാരെ നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും നേരിൽ കാണും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത്. എന്തായാലും നിരീക്ഷകർ കേരളത്തിലെത്തുമ്പോൾ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയുന്നു. എത്ര ദിവസം ഇവർ ഇവിടെ ഉണ്ടാകും? ഒരുമിച്ചാകുമോ ഈ കൂടിക്കാഴ്ച? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ക്രിസ്റ്റീന, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 3 പേരും തുല്യ ശക്തിയിൽ നിന്ന് ഇക്കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ആശംസാ പോസ്റ്റിന് കീഴിൽ താഴെ വന്ന കമന്റുകളും അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ AICC-യുടെ തീരുമാനം നിർണായകമായി മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം മുകുൾ വാസ്നിക്കും ഇന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇതിൽ 2 പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് MLA-മാരുടെ പിൻബലം അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ KC പക്ഷത്തിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തി കിട്ടുമെന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു തരത്തിൽ നടക്കുമ്പോൾ, മറുപക്ഷത്താകട്ടെ VD സതീശൻ പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ നടത്തിയിട്ടുണ്ട്. ആ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഈ AICC നിരീക്ഷകർ അവർ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി കാണണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. മാത്രമല്ല ദീപദാസ് മുൻഷി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകരുത് എന്നുള്ള കാര്യം കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ദീപദാസ് മുൻഷി എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് KC വേണുഗോപാലിന് അനുകൂലമായ സാഹചര്യമായി മാറും എന്നുള്ളതാണ് VD പക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു വാദം. മാത്രവുമല്ല, ഇനി ഏതെങ്കിലും തരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ AICC നിരീക്ഷകരുമായി ഒറ്റയ്ക്ക് കാണുന്നത്, അതിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ കാണുന്നവർ ഒറ്റയ്ക്ക് കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തീരുമാനം മാറ്റിയാലടക്കമുള്ള കാര്യങ്ങൾ അത് കോൺഗ്രസിൽ ഇപ്പോൾ ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നിരീക്ഷകരെത്തും. നാളെയാണ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കാൻ പോകുന്നത്. ആ യോഗത്തിന് ശേഷം MLA-മാരെ കാണും. കൂടാതെ ഘടകകക്ഷികളുടെ അടക്കം തീരുമാനം ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ അറിയിക്കും. അതിനുശേഷം ഡൽഹിയിൽ മടങ്ങിയെത്തി ആവശ്യമെങ്കിൽ കൂടുതൽ നേതാക്കളെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയ ശേഷമായിരിക്കും ആരാകും കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.